അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ സ്കൂളിൽ കിടാങ്ങളെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഉള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ ചായക്ക് ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് പൂരിയും ബാജിയായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് എപ്പോഴും പൂരിയും ബാജിയാണെന്ന്. കിടാങ്ങൾക്ക് പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ കിടാങ്ങൾക്ക് മാത്രമല്ല, ഞാൻ പറയാറില്ല, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് എവിടെയും ഇരുന്നിട്ടൊന്നുമില്ല കേട്ടോ, നേരെ വന്ന് അടുക്കളയിലോട്ട് വന്നു. കാരണം എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ 2-3 ദിവസമായി ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കണമെന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ പേരിൽ ഞാൻ ഫ്രിഡ്ജിലേക്കൊന്നും അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ച് വെക്കാറില്ല. സാധനം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സൊന്നും അല്ല കേട്ടോ, ഈ തക്കാളി, പച്ചമുളക്, മല്ലിയില അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കൽ ഇപ്പം ഞാനങ്ങനെയാണ് കേട്ടോ. കുറച്ച് ഒരു ഫ്രിഡ്ജ് ക്ലീൻ ആക്കണം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തിന് ഞാൻ ഈ പച്ചക്കറികളൊക്കെ വാങ്ങിക്കലൊക്കെ ഒന്ന് കുറക്കും. അപ്പോൾ നമുക്ക് പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എന്താക്കാം, നമുക്ക് വേഗം പിന്നെ നല്ല നല്ല സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാനൊരു 1-2 മാസം കൂടുമ്പോഴാണ് ഫ്രിഡ്ജൊന്ന് ക്ലീൻ ആക്കുക. അപ്പോൾ അതേ നമ്മുടെ ഫ്രിഡ്ജിലപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കോവക്ക ഇരിക്കണ്ടായി, നല്ല നാടൻ കോവക്ക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് കോവക്ക കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കോവക്ക നീളത്തിലരിഞ്ഞിട്ട് ഞാനിപ്പോൾ ഉള്ള സ്ഥലത്ത് അതേപോലത്തെ കറി എന്നിട്ട് ഉണ്ടാക്കുന്നത്. നമ്മുടെ തൃശ്ശൂർ കോവക്കയൊക്കെ വെക്കുന്ന വെച്ചാൽ നല്ല എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്ന നല്ല അടിപൊളി കോവക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുക. ഇതങ്ങനെയല്ല, കോവക്ക നീളത്തിലരിഞ്ഞിട്ട് അതിലൊരു 2 തക്കാളിയും പിന്നെ ഒരു 2 പച്ചമുളകും കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുക്കറിലിട്ട് വേവിക്കുന്നു. ഒരു വിസിൽ അടിക്കും. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നു. പിന്നെ അതിൽ നമ്മൾ വെറുതെ കടുക് പൊട്ടിച്ചിട്ട് ഇത്തിരി തേങ്ങ ചിരകിയിട്ടിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുത്തിയിട്ട് നമ്മുടെ കോവക്ക വറവ് റെഡിയായി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും എളുപ്പപ്പണിയാണ് നടക്കണത് എല്ലാവരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ്ങിൻ്റെ ദിവസം കുറച്ച് പണി തന്നെയാണ്. കാരണം നല്ല ക്ലീനിങ്, നല്ല ഒരു ടൈം പിടിക്കും കേട്ടോ അതിന്. അപ്പോൾ അതേ ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് ചോറ് വെച്ചേക്കണത് റേഷൻ അരി കൊണ്ട് തന്നെയാണ് കേട്ടോ ചോറ് വെച്ചേക്കണത്. മറ്റേ അരി കൊണ്ടൊക്കെ വേവിക്കാൻ കുറേ നേരം പിടിക്കും. പിന്നെ വേറെ ഒരു പണി ഇന്ന് എടുക്കുന്നില്ല. തൽക്കാലം ഫ്രിഡ്ജിൻ്റെ പണി തന്നെ ആദ്യം എടുക്കാമെന്ന് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടിച്ചു വാരി തുടക്കാനും അങ്ങനത്തെ പണിയൊക്കെ. കാരണം ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചിടുമ്പോൾ നമ്മുടെ എന്തായാലും ഒരു ക്ലീന് ഉണ്ടാവില്ല, താഴോട്ടൊക്കെ വീഴും. അപ്പോൾ അതേ ആദ്യമായിട്ട് ഞാൻ ഫ്രീസറാണ്, നമ്മുടെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ 3 തട്ടിൻ്റെ ഫ്രിഡ്ജാണ് കേട്ടോ. 3 തട്ട് എന്നല്ല, 3 ഡോറിൻ്റെ ഫ്രിഡ്ജാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോണ്. തെറ്റുണ്ടെങ്കിൽ അത് ക്ഷമിച്ചേക്ക് നിങ്ങൾ കേട്ടോ, കളിയാക്കണ്ട ആരും. അപ്പോൾ അതേ എൻ്റെ ഫ്രിഡ്ജിലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഉണക്ക ബീൻസ് അടക്കം, പിന്നെ ഉണക്ക നാരങ്ങ, ഉണക്ക സബോള എല്ലാവരും ഉണങ്ങിയിട്ടിരിക്കുന്നുണ്ട്. ഫ്രിഡ്ജിൻ്റെ ഒരു കോലം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ബോധം കെടും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫ്രിഡ്ജ് എൻ്റെ ബാങ്ക് പോലെയാണ് കേട്ടോ. ചിലർ ബാങ്ക് പോലെയാണ്, ചിലർ എന്ത് കിട്ടിയാലും ബാങ്കിൽ കൊണ്ടുവിടൂലേ, അതേപോലെയാണ് എൻ്റെ അവസ്ഥ. എന്ത് കിട്ടിയാലും ഞാൻ കൊണ്ടുവന്ന് വെക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിലാണ് കേട്ടോ. എന്ത് ബിസ്ക്കറ്റ്, നാരങ്ങ ഉണങ്ങിപ്പോയതാണ് കേട്ടോ. ഇപ്പോൾ എടുക്കാറില്ല, കുറേ ദിവസമായി കിടാങ്ങൾക്ക് ഈ ചുമയൊക്കെ കാരണം നാരങ്ങ വെള്ളം കലക്കാറില്ല. ORSൻ്റെ പൊടി, പിന്നെ കൊക്കോ പൗഡർ എല്ലാനും ഉണ്ട്. എല്ലാം ഇപ്പോൾ എന്താ പറയുക, അതെ ബിരിയാണിയുടെ എസൻസ് എല്ലാനും ഉണ്ട്. എൻ്റെ ഫ്രിഡ്ജിലില്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ എടുത്ത് നമുക്ക് എന്തായാലും വേസ്റ്റിലിടണം. ഇതല്ല കേട്ടോ, ഇങ്ങനെ എസൻസുകളൊന്നുമല്ല. പിന്നെ അതേ എൻ്റെ കയ്യിലുള്ളതാണ് അതേ 2 കഷ്ണം കുമ്പളങ്ങ. ഞാൻ മിനിഞ്ഞാന്ന് കറി വെക്കാൻ വേണ്ടി കുമ്പളങ്ങ അരിഞ്ഞത്, അതിൻ്റെ ഒരു കഷ്ണം ഉണ്ടായി. പിന്നെ അതേ ശർക്കര പാനിയാക്കിയതുണ്ട്. പിന്നെ അതേ ഇതിൽ ഞാൻ കാണിക്കുന്നില്ല, ഒരു ചപ്പാത്തി ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തിയുടെ മാവാണ്. പിന്നെ ഇത് നമ്മുടെ പൊങ്ങ് അത് 2 കഷ്ണം പൊങ്ങുണ്ട്, അത് ഇക്കാക്ക് വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് എനിക്കൊരു പൊറോട്ട തിന്നാൻ ആഗ്രഹം വരുമ്പോൾ ഇടയ്ക്ക് ഒരേ പൊറോട്ട ചൂടാക്കി തിന്നും. അതിന് വേണ്ടിയിട്ട് ഒരു പൊറോട്ടയുടെ പാക്കറ്റ് എപ്പോഴും ഞാനത് സ്റ്റോക്ക് ചെയ്ത് വെക്കൂട്ടെ. കാരണം എനിക്ക് പൊറോട്ട എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ ഞാൻ പൊറോട്ടയുടെ പാക്കറ്റ് അതൊന്നും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. ഇടയ്ക്ക് എനിക്ക് ഈ പൊറോട്ടയും കട്ടൻ ചായയും ചൂടാക്കിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് തിന്നാൻ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ ഞാൻ എടുത്തു വെക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കുമ്പളങ്ങയുടെ കഷ്ണം. പിന്നെ ഞാനിത് ഇങ്ങനത്തെ ഒരു ഷീറ്റ് നമ്മൾ ഈ പറഞ്ഞിട്ട് ടേബിളും ഇടുന്ന ഷീറ്റാണ് കേട്ടോ, ചൂട് കൊള്ളാതിരിക്കാൻ. അത് ഞാൻ ഫ്രിഡ്ജിലേക്കാണ് എടുത്ത് വെച്ചേക്കുന്നത്.
പിന്നെ മിഞ്ഞാന്ന് വാങ്ങിച്ച അൽഫാമിൻ്റെ മറ്റേ പേപ്പർ, അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ. പിന്നെ അതുപോലെ തന്നെ അതിന് മുമ്പ് വാങ്ങിച്ച എന്തോ റൊട്ടിയുടെ ഒരു കവറ് എല്ലാനും ഉണ്ട്. അത് എന്തായാലും അവരേന്ന് ബാക്കിയാകുമ്പോൾ കുറച്ച് അതിൽ വെക്കണമുണ്ട്. അപ്പോൾ അത് നമ്മുടെ പാലിൻ്റെ പാത്രം, പാല് വെക്കുന്ന പാത്രം നമുക്ക് അതൊന്ന് കഴുകിയിട്ട് വെക്കാം. അപ്പോൾ പറഞ്ഞ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ല, ഒരു കുമ്പളങ്ങ അത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് എടുത്തൊന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ലോണം ആദ്യം തന്നെ ഞാനതൊന്ന് ഫ്രിഡ്ജ് ഫുള്ളായിട്ടൊന്ന് തുടച്ചിട്ടാണ് ഈ പറഞ്ഞിട്ട് കറിയൊക്കെ ഉള്ളെടുത്ത് നമ്മുടെ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഇട്ടിട്ട് നല്ലോണം തുടക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ ഇപ്പം അങ്ങനെ വലിയ ഇത് നമ്മുടെ പുതിയ ഫ്രിഡ്ജാണ്, പുതിയതെന്ന് പറയാനായിട്ട് 5-6 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതേ നല്ലോണം തുടച്ച് എല്ലാവരും നല്ല അടിപൊളി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നമുക്കധികം ഇങ്ങനെ വലിയ ഉറച്ച് കഴുകേണ്ടൊന്നും വന്നില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടൊക്കെ എടുത്ത്. പിന്നെ ഈ പറഞ്ഞിട്ട് ഡോറ് തുറക്കുന്നിടത്ത് ഒരു കറുപ്പ് കളർ ഉണ്ടാവില്ല, അതൊക്കെ ഈ നല്ലോണം നല്ല സോപ്പും പൊടി സോപ്പ് നമ്മുടെ പാത്രം കഴുകുന്ന അതിട്ടിട്ട് സ്ക്രബ്ബർ ഇട്ടിട്ട് നല്ലോണം തേച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്ലാസ്സും ഇടുന്ന നമ്മുടെ ഇതില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ അത് നല്ലോണം തുടച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളങ്ങുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതും പ്ലാസ്റ്റിക്കിൻ്റെ ഇതും കൂടെ ഇതിങ്ങനെ വെക്കണേ നമ്മുടെ ഗ്ലാസ്സിന് അത്ര ഇത് വരില്ല. അല്ലെങ്കിലല്ലേ നമ്മൾ എന്തെങ്കിലും ഈ കറികളോ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാനായിക്കോട്ടെ കിടാങ്ങളായിക്കോട്ടെ എന്തെങ്കിലും ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലാസ്സുമല്ലോ അപ്പോൾ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെക്കുന്നത് കാരണം അത്ര ഒന്നും ആവുന്നില്ല, ഗ്ലാസ്സിനൊരു ബുദ്ധിമുട്ടാവുന്നില്ല കേട്ടോ. അപ്പോൾ അത് പിന്നുള്ളതാണ് നമ്മുടെ ഈ കുപ്പികളൊക്കെ വെക്കുന്ന ആ ഒരു പോർഷന്. അപ്പോൾ അവിടെ ഞാൻ സ്ക്രബ്ബർ ഇട്ട് തന്നെ നല്ലോണം ഒന്ന് ഉരച്ചിട്ട് കഴുകുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞത് ഈ ഒരു ഭാഗത്താണ് നല്ല ഒരു കറുപ്പ് കളറ് വരാല്ലേ. അപ്പോൾ ഞാനിത് നല്ലോണം ഉരച്ച് കൊടുത്തപ്പോൾ അത്യാവശ്യമായിട്ട് പോയി. പിന്നെ വലിയതായിട്ട് അങ്ങനെ പോകുന്നില്ല, എനിക്ക് പേടിയായി. ഞാൻ കൂടുതലൊക്കെ ഇട്ട് ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ ഡോറ് വല്ല ലൂസായി കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എന്താക്കി ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടെടുത്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും നമ്മുടെ ഈ ഇത് വെക്കുന്നിടത്തൊക്കെ നല്ല എഗ്ഗ് വെക്കുന്നിടത്തൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലോണം ഞാൻ എല്ലാ ഗ്ലാസിൻ്റെ ആ ഒരു ഇതില്ലേ പ്ലാസ്റ്റിക് ഇത് ഫൈബറിൻ്റെ ഇതൊക്കെ ഊരിയെടുത്തിട്ട് തന്നെ ഒന്ന് ക്ലീൻ ആക്കിയത് കേട്ടോ. അപ്പോൾ ഒരുവിധമൊക്കെ നല്ലോണം ക്ലീൻ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇനി താഴെയുള്ള പച്ചക്കറി വെക്കുന്ന തട്ടും കൂടെയാണ് ഉള്ളത്, അതും പെട്ടെന്ന് തന്നെ ഇതാക്കി എടുക്കുക. പെട്ടെന്നല്ല കേട്ടോ, കുറച്ച് ടൈമൊക്കെ പിടിച്ച് പതുക്കെയല്ലേ നമുക്ക് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആക്കുമ്പോൾ അതിൻ്റെതായ മാതിരിക്ക് തന്നെ ചെയ്യണം അല്ലേ. ഫ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടുക്കളയുടെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രിഡ്ജാണ്. ഞാൻ ചിലപ്പോൾ എല്ലാവരും ആരുടെ വീട്ടിൽ ചെന്നാലും ഞാൻ ഫസ്റ്റ് ഫ്രിഡ്ജ് തുറന്ന് നോക്കൂട്ടെ എങ്ങനെയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ വീട്ടിൽ ആര് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ചിലവരുടെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയാൽ ഒരു സൈസ് മണമാണ്, എന്തോരു മണമാണ്. അപ്പോൾ നമുക്ക് നമ്മളെ ഫ്രിഡ്ജിൻ്റെ മണം നമുക്കറിയില്ല, പക്ഷെ പുറമേ ഒരാൾ വന്ന് തുറന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്മെല്ല് വരാം അല്ലേ. അപ്പോൾ ഈ നമ്മൾ എന്താണെങ്കിലും ഇപ്പം എല്ലാവരും നല്ല ക്ലീനൊക്കെ ആക്കിയിട്ട് വെക്കും, എന്നാലും ചിലവരെ കാര്യമുണ്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കറികളൊക്കെ തുറന്ന് വെക്കണേന് നല്ല കണ്ടെയ്നറിനാക്കിയിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫ്രിഡ്ജിലൊന്നും സ്മെല്ല് വരില്ല അല്ലേ, അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ഞാനും അങ്ങനെ ഉണ്ട് ചെയ്തത്. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ ചായ പിടിച്ചതും പിന്നെ നമ്മളിപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഫ്രിഡ്ജ് ക്ലീൻ ആക്കാം എന്നിട്ടുള്ളൂ ബാക്കി എല്ലാ പണി. അപ്പോൾ അത് ഈ കുപ്പി വെക്കുന്ന ആ ഒരു
ഇതില്ലേ അത് ഞാൻ നല്ലോണം, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഞാൻ അതാണ് ഇത് എന്ന് പറയണത്. അപ്പോൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ചില കൂട്ടുകാരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാർ, നിങ്ങൾ അതൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടാ, എന്നാലല്ലേ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇനിയും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയണം, നിങ്ങൾക്കൊന്നും പോരാനില്ലല്ലോ, ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് പോയിക്കോട്ടെ. പിന്നെ കമൻ്റ് ഇടാനും നിങ്ങൾ മറക്കണ്ട, എന്നാലല്ലേ എനിക്ക് നിങ്ങൾ ആരാണ് കണ്ടത് എന്താണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഈ കാണുന്നവരെ ചാനൽ വന്ന് എനിക്ക് കാണാനും പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പരിചയമില്ലാത്ത പോലെ കണ്ടുകൊണ്ട് പോയിട്ട് എനിക്ക് എങ്ങനെ അറിയാനാണ്? ഇത് ചിലവർ നമ്മൾ ഒരേ ചാനലുകാരുണ്ട്, അവരും വന്ന് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരാരാണെന്ന് അറിഞ്ഞാലേ എനിക്കും അവരെ തിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് വേഗം പണികളൊക്കെ ഒന്ന് കഴിക്കാമല്ലേ. ഇപ്പോഴത്തേനും ഒരു 2 മണിയായിട്ടാണ്. നമ്മ ഇതൊക്കെ ഒന്ന് ഇതായപ്പോഴത്തേനും ഇടയ്ക്ക് ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി, ഇടയ്ക്ക് ഒന്ന് മൊബൈൽ നോക്കി, അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് അതൊക്കെ എങ്ങനെയായി, അത്ര വലിയ റീച്ചൊന്നും ആവുന്നില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് എടുത്ത് നോക്കും. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇതൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പുറത്തുണ്ടായതെല്ലാം എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ക്ലീനായില്ലേ, നല്ല എൻ്റെ കണ്ണിൽ നല്ല ക്ലീനായിട്ടാ. പിന്നെ ഇനിയുള്ളത് നമുക്ക് ഈ എടുത്ത് വെച്ചത് നമ്മുടെ ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം എടുത്തിട്ട് അതിലോട്ട് തന്നെ ഒതുക്കിയിട്ട് വെക്കണം. അപ്പോൾ ഇതൊന്നും കളയാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ ഇതേ കൊക്കോ പൗഡറൊന്നും ഞാൻ പൊട്ടിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ കേക്കൊന്നും ഉണ്ടാക്കാറില്ല അങ്ങനെ, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഓവനിപ്പോൾ വെറുതെ ഇരിക്കണം, ഒന്നും തൊടാറ് പോലുമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒതുക്കിയിട്ടൊന്നും വെക്കാൻ അറിയില്ല കേട്ടോ. പണിയെടുക്കും ഞാൻ, പക്ഷെ അത് ഇപ്പം നമ്മൾ യൂട്യൂബിൽ തന്നെ ചിലവർ അടക്കിയിട്ട് ഒതുക്കിയിട്ട് വെക്കണം കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്, കണ്ണിനൊരു കുളിർമ എന്ന് പറയൂലേ. എനിക്കതുപോലെ ഒന്നും എത്ര ആക്കിയാലും ആവില്ല. എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ആ ബോക്സും കൂടെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായി, അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ച്. അപ്പോൾ കുമ്പളങ്ങ താഴോട്ട് തന്നെ ഇറക്കി വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലീനിങ്. ഇതോടുകൂടി നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഞാനൊന്ന് ക്ലീൻ ആക്കിയത് എങ്ങനെയായിരുന്നു, അടിപൊളിയായി നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട കേട്ടോ. അതൊക്കെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കിടാങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം മഴടിപ്പിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈശ്വരങ്ങളെ പള്ളിയിൽ സ്വലാത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് പെണ്ണുങ്ങളൊക്കെ മഴടിപ്പിന് മുമ്പ് എല്ലാവരും ഫോണ് കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നല്ലോ, ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ പോയില്ല, അടുത്ത മാസം ഇൻഷാ അല്ലാഹ് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കടയിൽ നിൽക്കുമ്പോഴാണ് അവിടുത്തെ നമ്മ പഠിച്ചോന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതൊരു തലയിൽ എഴുതിയിരുന്നാൽ നമുക്ക് എന്തായാലും കിട്ടുമെന്ന് എനിക്ക് ഒന്നുകൂടെ ബോധ്യമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സലാത്തിൻ്റെ ചോറ് അവർ വിളിച്ചിട്ട് അന്ന് പള്ളിയിൽ സലാത്തിൻ്റെ നേർച്ചയ്ക്ക് ചോറ് കൊടുത്ത ആളുടെ മകനെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് 3 പൊതി ചോറ് തന്നിട്ടാണ് അവിടുത്തെ നേർച്ച, നെയ്ച്ചോറും കോഴിയുടെ കറി. അപ്പോൾ ഞങ്ങൾക്ക് അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്നിട്ട് എന്തായാലും നെയ്ച്ചോറും കറി ഉണ്ടല്ലോ, അപ്പോൾ ഇത്തിരി കബാബ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോഴി ഞാൻ വാങ്ങിച്ചോണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയ നിലയ്ക്ക് ഞാൻ പോയിട്ട് കോഴിയൊക്കെ വാങ്ങിച്ചോണ്ടെന്ന് വെച്ച്. അപ്പോൾ എന്തായാലും 2 കഷ്ണം കോഴി എടുത്തിട്ട് കബാബ് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ വിചാരിക്കാതെ നമ്മൾ സ്ഥലത്തിന് പോയില്ല,
മറ്റുള്ളവരുടെ കയ്യിൽ ആ ഒരു നേർച്ചച്ചോറ് കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നി. പക്ഷെ അത് എനിക്കത് തലയിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, തലയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു നിനക്കത് ഇന്ന് കഴിക്കാൻ യോഗം ഉണ്ടെന്ന്. അല്ലെങ്കിൽ ഞങ്ങൾക്കത് ഒരിക്കലും അപ്പോഴത്തേനും മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സലാത്ത് കഴിയണത് ഒരു 5:30 ടൈമിലായിരുന്നു. അപ്പോൾ നമുക്കത് വിചാരിക്കാണ്ട് നമ്മുടെ കൈകളിൽ എത്തിയിട്ടത്. അതിന് ഞങ്ങൾ ആ ചോറ് തിന്നപ്പോൾ ആ ഉപ്പാക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കബാബൊക്കെ ഉണ്ടാക്കി, 2 കഷ്ണം കബാബൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നെയ്ച്ചോറ് കുറേ ഇപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായി നമ്മളിപ്പോൾ നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഈ പറഞ്ഞിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും തിന്നണമെന്ന് തോന്നിയാൽ നമ്മൾ വല്ലതും പാർസൽ വാങ്ങിക്കലുണ്ട് പതിവ്, അൽഫാമ പൊറോട്ട അങ്ങനെ വല്ലതും. അപ്പോൾ നെയ്ച്ചോറ് കുറേ നാളുകൾക്ക് ശേഷം കിട്ടിയപ്പോൾ നമുക്ക് എന്തായാലും ഒരു കബാബ് തിന്നണം എന്നൊരാഗ്രഹം. അപ്പോൾ എന്തായാലും ഒന്ന് കബാബ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിങ്ങനെയുണ്ട് കബാബ് ഉണ്ടാക്കുക. നമ്മുടെ കബാബിൻ്റെ പൗഡർ വാങ്ങിച്ചിട്ട് പിന്നെ കുറച്ച് കോൺഫ്ലവറും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ കൂടെ അരച്ചിട്ട് നമ്മൾ ഒരു പേസ്റ്റ് ആക്കിയിട്ട് അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 5-6 പീസ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും. പിന്നെ നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് പോരും. അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല എളുപ്പം സിമ്പിളായിട്ടുള്ളതാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ ചിക്കൻ 65 കിട്ടൂലേ, അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ നമുക്ക്, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഈ കബാബിൻ്റെ പൗഡർ വാങ്ങിക്കുമ്പോൾ അതിൽ കുറച്ച് കോൺഫ്ലവറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള 65 തന്നെ, ചിക്കൻ 65 തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ മിഞ്ഞാന്നത്തെ ദിവസം നമ്മൾ എന്തിട്ടാണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയല്ലോ, അതിൻ്റെ എണ്ണ തന്നെയാണ്. അതാണ് ആ ഒരു പൊടി കിടക്കുന്നത് കേട്ടോ, ഈ നമ്മുടെ ആ ഉരുളക്കിഴങ്ങിൻ്റെ പൊടി. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം ഇതാക്കിയപ്പോൾ ഇച്ചും പ്രവാസം നോക്കി നിൽക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ നെയ്ച്ചോറും കോഴിക്കറിയും തിന്നാൻ വേണ്ടി. അപ്പോൾ ഇതിനൊരു ചോറിന് ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. ഈ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ചോറിന് ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ 65ഉം പള്ളിയിലത്തെ നേർച്ചച്ചോറും നമ്മൾ തിന്നാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം.